8 നോമ്പും ധന്യമാക്കി അതെല്ലാം വളരെ സന്തോഷത്തോടുകൂടെ അനുഷ്ഠിച്ച നമ്മൾ ഇന്ന് ഇത്തരം അമലുകളൊക്കെ പതിലനുഭവമാകട്ടെ. നമ്മുടെ ലോകം വളരെ മോശപ്പെട്ട അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുന്നു. ഒരു ഭാഗത്ത് അധ്യാപകന്മാരെ വേണ്ടാത്തത് വിളിച്ച് ക്രോശിക്കുന്ന സ്വഭാവം ക്യാമ്പസുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ റാഗിങ്ങിന്റെ പേരിൽ സീനിയർ വിദ്യാർത്ഥികൾ ജൂനിയർ വിദ്യാർത്ഥികളെ ബെഞ്ചിൽ കെട്ടിയിട്ട് കോമ്പസ് കൊണ്ട് കുത്തി അവസാനം പൊക്കിളിൻ്റെ അവിടെ ആ കോമ്പസ് കൊണ്ട് കുത്തി അവിടെ ആ കോമ്പസ് കൊണ്ട് കറക്കി ഇത് പുറത്ത് പറഞ്ഞാൽ ഞാൻ ലോഷൻ ഒഴിക്കും ഡെറ്റോൾ ഒഴിക്കും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന വല്ലാത്തൊരു അവസ്ഥയിൽ നമ്മൾ വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ധാർമ്മിക ബോധം അല്ലാഹു നൽകുമാറാകട്ടെ. മയക്കുമരുന്നും MDMA ഒക്കെ വയറ്റിലെത്തിയാൽ, അതല്ലെങ്കിൽ അതിൻ്റെ അഡിക്റ്റായി കഴിഞ്ഞാൽ പിന്നെ എന്തും ചെയ്യുന്ന ഒരു സ്വഭാവത്തിലൂടെയാണ് ചെറുപ്പക്കാരായ മക്കൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു അത്തരം നീചമായ പ്രവർത്തികളിൽ നിന്നും ദുസ്വഭാവങ്ങളിൽ നിന്നുമൊക്കെ നമ്മെയും നമ്മുടെ മക്കളെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ശഅബാനിന്റെ മഹത്വങ്ങൾ നമ്മൾ ഒരുപാട് പറഞ്ഞു. വിശുദ്ധമായ ബറാഅത്ത് രാവും ബറാഅത്ത് ദിനവും നമ്മോട് വിട പറഞ്ഞു. വിശുദ്ധമായ റമളാൻ നമ്മിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കുക. റജബിന്റെ തുടക്കത്തിൽ നമുക്ക് ഇമാമിങ്ങളും അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ ഈ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു ചെറിയൊരു മാറ്റമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിപ്പോൾ കുറേ പഴക്കം ചെന്നാലും പിന്നെ അതിൻ്റെ ഒരു അനുഭൂതിയൊന്നും ഇല്ലാത്ത രൂപത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നോ എന്ന് സംശയിക്കുകയാണ്. അങ്ങനെ നമുക്കുണ്ടാകാൻ പാടില്ല. അത് പഠിച്ചോനെ റജബിൽ ബറക്കത്ത് ചെയ്യണേ, ഷഅബാനിൽ ബറക്കത്ത് ചെയ്യണേ, റമളാനിൽ എത്തിച്ചു തരണേ എന്ന് പറയുന്ന മർമ്മപ്രധാനമായ ഒരു പ്രാർത്ഥന, അത് നമുക്ക് റമളാനിൽ ധാരാളം അമല് ചെയ്യാൻ തൗഫീഖ് കിട്ടാനുള്ള പ്രാർത്ഥനയാണ്. അപ്പോൾ റജബിൽ കുറച്ച് ദിവസമൊക്കെ ഇങ്ങനെ നല്ല രൂപത്തിലൊക്കെ പ്രാർത്ഥിച്ചെങ്കിലും പിന്നെ അത് ഒരു അശ്രദ്ധമായി നമ്മൾ കാട്ടാൻ പാടില്ല. ആ പ്രാർത്ഥനയിലൂടെ ആവണം വിശുദ്ധമായ റമളാൻ നമ്മൾ സ്വീകരിക്കാൻ. അതിനുവേണ്ടി നമ്മൾ നന്നായി ഒരുങ്ങുകയും വേണം. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞതുപോലെ പറ്റുമെങ്കിൽ ഖുർആൻ നന്നായി പാരായണം ചെയ്യാം. അങ്ങനെ പാരായണം ചെയ്താൽ വിശുദ്ധ റമളാനിൽ നമുക്ക് ധാരാളം ഖുർആൻ പാരായണം ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. അങ്ങനെ തൗഫീഖ് കിട്ടിയാൽ സുബ്ഹാനല്ലാഹ് അഹ്ലുൽ ഖുർആനി അഹ്ലുല്ലാഹി വ ഖാസത്തുഹു, ഖുർആനിന്റെ അഹ്ലുകാർ അള്ളാഹുവിന്റെ പ്രത്യേക പരിഗണനയിലുള്ള വിഭാഗമാണ് എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അത് പറഞ്ഞു നിർത്തിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും പറഞ്ഞു, ഇഖ്റഉൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യൂ. ഫഇന്നഹു യഅതി, ആ ഖുർആൻ നാളെ വരുന്നതാണ്. യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഷഫീഅൻ ലി അസ്ഹാബിഹി, അത് പാരായണം ചെയ്യുന്നവർക്ക് ശുപാർശയുമായിട്ട് ഖുർആൻ നാളെ എത്തുകയാണ്. അള്ളാഹുവിനോട് പറയും, അള്ളാഹുവേ, ഈ മനുഷ്യൻ എന്നെ ധാരാളം പാരായണം ചെയ്ത വ്യക്തിയാണ്, ഇദ്ദേഹത്തെ നീ ഒരു കാരണവശാലും നീ നരകത്തിലേക്ക് പറഞ്ഞേക്കരുത് എന്ന് പറഞ്ഞ് ഖുർആൻ നമ്മുടെ റെക്കമെൻഡുമായി അള്ളാഹുവിന്റെ മുമ്പിൽ എത്തണമെങ്കിൽ ആ ഖുർആനിനെ നല്ലതുപോലെ നമുക്ക് പരിഗണിക്കണം. ആ പരിഗണനയിൽ പെട്ടതാണ് നമുക്ക് നമ്മുടേതായ ചെരിപ്പുണ്ട്, നമ്മുടേതായ വസ്ത്രമുണ്ട്,
നമ്മുടേതായ എല്ലാം ഉണ്ട്. വാഹനമുണ്ട്, ഇതൊക്കെ ഇതിൻ്റെതാണ് എൻ്റെതാണ് എന്ന് പറയാൻ പറ്റുന്ന പലതും നമ്മുടെ കയ്യിലുണ്ട്. എന്നാൽ എൻ്റെ മുസ്ഹഫ് ഇത് എൻ്റെ മുസ്ഹഫാണ് എന്നാൽ പറയാൻ പറ്റുന്ന, നമ്മൾ വില കൊടുത്ത് വാങ്ങിയൊരു മുസ്ഹഫ് നമുക്കുണ്ടാകുന്നത് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. എന്നിട്ട് അത് നമ്മൾ തന്നെ പൈസ കൊടുത്തിട്ട് നമ്മൾ വാങ്ങും. അത് നമ്മുടെ മരണം വരെ അതിങ്ങനെ പാരായണം ചെയ്യുക. പാരായണം ചെയ്താൽ അതിന് പ്രത്യേക ഒരു ക്രെഡിറ്റ് ഉണ്ട്. അപ്പൊ നമ്മളത് വില കൊടുത്ത് വാങ്ങി ആ ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്ത് നമ്മൾ മരിച്ചു കഴിഞ്ഞാലും ആ മരിച്ചു കഴിയുമ്പോൾ ആ മയ്യത്തിനെ നോക്കി ഈ വിശുദ്ധ ഖുർആൻ കരയുമെന്നാണ് മഹാന്മാർ പറയുന്നത്. പഠിച്ചോനെ, എന്നെ ധാരാളം പാരായണം ചെയ്ത വ്യക്തിയാണ് ഈ മരിച്ചു കിടക്കുന്നത്. റബ്ബേ, ഇന്ന് മുതൽ എന്നെ പാരായണം ചെയ്യാൻ ഇനി ആരുണ്ട് എന്നും പറഞ്ഞ് ഖുർആൻ കരയും. അങ്ങനെ കരയണമെങ്കിൽ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യണം. നമ്മുടെ ഉപ്പാപ്പമാർ, നമ്മുടെ ഉമ്മാമ്മമാർ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അവരുടെ കയ്യിൽ ഒരു മുസ്ഹഫ്, ആ മുസ്ഹഫ് ഭദ്രമാക്കാൻ വേണ്ടി പ്രത്യേകമായൊരു കവറ് പ്രത്യേകമായൊരു കവർ അതിൽ സൂക്ഷിച്ച് അതിങ്ങനെ നല്ല ഭദ്രമായിട്ട് വരെ പൊതിഞ്ഞ് മുസ്ഹഫ് ഓതിക്കഴിഞ്ഞാൽ ഉയർന്ന സ്ഥലത്ത് വെക്കും. അങ്ങനെ ഒരു ചുറ്റുപാടുണ്ടായിരുന്നു. ഇന്ന് നമുക്കതൊന്നുമില്ല. പള്ളിയിൽ വന്നാൽ തന്നെ മുസ്ഹഫ് എടുക്കുന്നവർ വളരെ തുച്ഛം. പഴയകാലത്തുള്ള പള്ളിയിൽ നമ്മൾ പോയി നോക്കിയാൽ മഗ്രിബിനെത്തുന്ന കാരണവന്മാർ അവർ ദീർഘമായി ഖുർആൻ ഇശാ-മഗ്രിബിന്റെ ഇടയിൽ ഓതി, പിന്നെ ഇശാവും കഴിഞ്ഞ് ഹദ്ദാദ് റാത്തീബും കഴിഞ്ഞ് സുന്നത്ത് നിസ്കാരം കഴിഞ്ഞ് പോകുന്ന ഒരു ചുറ്റുപാട് വളരെ കുറഞ്ഞു പോയി. നമ്മൾ ആ ഒരു പഴമയിലേക്ക് വരണം. നമുക്ക് സ്വന്തമായ ഒരു ഖുർആൻ വേണം. അപ്പോഴാണ് ഖുർആൻ പാരായണം ചെയ്യുന്നവർക്ക് ഖിയാമത്ത് നാളിൽ റെക്കമെൻഡുമായി അല്ലാഹുവിന്റെ മുമ്പിൽ എത്തുകയാണ്. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശഅബാനിന്റെ അവസാന ഘട്ടത്തിൽ പ്രസംഗിക്കുകയാണ്, ഉപദേശം നൽകുകയാണ്. അൻ സൽമാൻ റളിയല്ലാഹു അൻഹു ഖാൽ, സൽമാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖതബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രസംഗിക്കുകയാണ്. ഫീ ആഖിരി യൗമിൻ മിൻ ശഅബാൻ, ശഅബാനിന്റെ അവസാന ഘട്ടത്തിലാണ് പ്രസംഗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഖദ് അദല്ലകും ശഹ്റുൻ അദീം, നിങ്ങൾക്കിതാ അനുഗ്രഹീതമായ മഹത്തായ മാസം വരാനിരിക്കുന്നു. ശഹ്റുൻ മുബാറകുൻ, വളരെ ബറകത്താക്കപ്പെട്ട മാസമാണ്. ശഹ്റുൻ ഫീഹി ലൈലത്തുൻ ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസത്തേക്കാൾ ഉത്തമമായ ഒരു രാത്രി ആ മാസത്തിലുണ്ട്. ജഅലല്ലാഹു സിയാമഹു ഫരീള, അതിലുള്ള നോമ്പിനെ അല്ലാഹു ഫർമാക്കപ്പെട്ടിട്ടുണ്ട്. വഖിയാമ ലൈലിഹി തതവ്വുഅ, അതിലെ രാത്രി നിസ്കാരം അല്ലാഹു സുന്നത്താക്കുകയും ചെയ്തിരിക്കുന്നു. മൻ തഖറബ ഫീഹി ബിഖസ്ലത്തിൻ മിനൽ ഖൈർ, ആ മാസത്തിൽ ആരെങ്കിലും ഒരു നന്മ ചെയ്താൽ കാന കമൻ അദ്ദാ ഫീമാ സിവാ, മറ്റു മാസങ്ങളിൽ ഒരു ഫർള് ചെയ്തതുപോലെ അല്ലാഹു അതിന്റെ കൂലി നൽകുകയാണ്. വമൻ അദ്ദാ ഫീഹി ഫരീള, വല്ലവനും ആ മാസത്തിൽ ഫർള് ചെയ്താൽ, ഒരു ഫർള് നിസ്കരിച്ചാൽ, അതല്ലെങ്കിൽ ഒരു ഫർളായ കാര്യങ്ങൾ അവൻ ചെയ്താൽ, കാന കമൻ അദ്ദാ 70 ഫരീളതൻ ഫീമാ സിവാ, മറ്റു മാസങ്ങളിൽ 70 ഫർള് നിർവഹിക്കുന്നത് പോലെയുള്ള കൂലി അല്ലാഹു നൽകുകയാണ്. ആ മാസം ക്ഷമയുടെ മാസമാണ്.
ക്ഷമയുടെ പ്രതിഫലം എന്താണെന്നറിയോ? അൽ ജന്ന, സ്വർഗമാണ്. വശഹറുൽ മുവാസാത്ത്, ആ മാസം എന്ന് പറയുന്നത് പരസ്പരം സഹായിക്കേണ്ട മാസമാണ്. വശഹറുൻ യുസാദു ഫീഹി റിസ്ഖുൽ മുഅ്മിൻ, വിശ്വാസിയുടെ ഭക്ഷണങ്ങളിൽ അല്ലാഹു വർധനവ് നൽകുന്ന മാസമാണ്. മൻ ഫത്തറ ഫീഹി സായിമാ കമ കാന മഗ്ഫിറതൻ ലിദുനൂബിഹി, ആ മാസത്തിൽ ആരെങ്കിലും ഒരു നോമ്പുകാരനെ നോമ്പ് തുറപ്പിച്ചാൽ കാന മഗ്ഫിറതൻ ലിദുനൂബിഹി, അത് അവന്റെ പാപങ്ങൾ പൊറുപ്പിക്കാൻ കാരണമാണ്. വഇത്ഖ റഖബതിഹി മിനന്നാർ, അവന്റെ ശരീരം നരകത്തിൽ നിന്ന് മുക്തമാക്കാൻ അത് കാരണമാണ്. وكان له مثل أجره من غير أن ينتقض من أجره شيء. എന്നാൽ നോമ്പുകാരന്, ആ ഒരു നോമ്പുകാരനെ വിളിച്ച് നോമ്പ് തുറപ്പിച്ചാൽ, അല്ലെങ്കിൽ ആ നോമ്പുകാരന് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്താൽ, ആ നോമ്പുകാരന്റെ ഒന്നും തന്നെ നഷ്ടപ്പെടാത്ത വിധത്തിൽ അവന്റെ പേരിൽ അതാ അല്ലാഹു പ്രതിഫലം രേഖപ്പെടുത്തുന്ന മാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോമ്പുകാരന് നോമ്പ് തുറപ്പിക്കുന്നതിന്റെ മഹത്വം പഠിപ്പിച്ചു കൊടുത്തപ്പോ സ്വഹാബത്ത് ഒരു നോമ്പുകാരനെങ്കിലും എനിക്ക് തുറപ്പിക്കാൻ കിട്ടിയാലെന്ന് ആലോചിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്, നബിയേ, ലൈസ കുല്ലുനാ നജിദു മാ യുഫത്തിറു സ്വായിമാ, നോമ്പുകാരനെ നോമ്പ് തുറപ്പിക്കാൻ ആവശ്യമായതൊന്നും തന്നെ ഞങ്ങളുടെ കയ്യിലില്ലല്ലോ നബിയേ. സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ വളരെ പാവപ്പെട്ടവരുണ്ട്, പണക്കാരുണ്ട്, എല്ലാം ഉണ്ടല്ലോ. പാവപ്പെട്ട സ്വഹാബികൾ ചോദിക്കുകയാണ്, നബിയേ, ഇത്രയുമൊക്കെ പ്രതിഫലം കിട്ടുന്ന ഒരു വലിയ സംഭവമാണല്ലോ നോമ്പുകാരനെ വിളിച്ച് നോമ്പ് തുറപ്പിക്കുക എന്നുള്ളത്. പക്ഷേ അതിനുള്ള സാമ്പത്തിക ശേഷി ഞങ്ങളുടെ കയ്യിലില്ലല്ലോ നബിയേ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഈ പ്രതിഫലം തന്നെ അല്ലാഹു നിനക്ക് നൽകും. നീ എന്ത് ചെയ്യണം? മൻ ഫത്തറ സായിമൻ അലാ തംറതി, ഒരു നോമ്പുകാരന് നീ ഒരു കാരക്ക കൊടുത്തു, അല്ലെങ്കിലോ ഔ ശർബതി മാഇൻ, ഒരു മുറുക്ക് വെള്ളമാണ് നീ കൊടുത്തത്, ഔ മദഖതി ലബനിൻ, അല്ലെങ്കിൽ നിന്റെ വീട്ടിലുള്ള ഒരു ആടിന്റെ അല്ലെങ്കിൽ ഒട്ടകത്തിന്റെ അല്ലെങ്കിൽ പശുവിന്റെ ഏതെങ്കിലും ഒരു മൃഗത്തിന്റെ അതേ ഒരു പാലിന്റെ ഒരു മുറുക്കാണ് നീ കൊടുത്തത് എങ്കിൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു പ്രതിഫലം നിനക്ക് നൽകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ പ്രസംഗം തുടരുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, ഈ വരുന്ന മാസം ശഹ്റുൻ, ഒരു മാസമാണ്. എങ്ങനെയുള്ള മാസമാണെന്നറിയോ? അവ്വലുഹു റഹ്മ, അതിന്റെ തുടക്കം റഹ്മത്താണ്. അല്ലാഹുവിന്റെ റഹ്മത്ത് വാരിക്കോരി ചൊരിഞ്ഞു കൊടുക്കുന്ന ഒരു 10 അതിലുണ്ട്. വഔസതുഹു, അതിന്റെ മധ്യം മഗ്ഫിറത്തു, അത് പാപമോചനമാണ്. വാഖിറുഹു ഇത്ഖും മിനന്നാർ, അതിന്റെ അവസാനം നരകത്തിൽ നിന്ന് ഇത്ഖ് ചൊല്ലുന്ന നരകമോചനത്തിന്റെ 10. മൻ ഖഫഫ അൻ മംലുകിഹി ഗഫറല്ലാഹു ലഹു, ആ മാസത്തിലൊക്കെ തന്റെ അടിമക്ക് ആരെങ്കിലും എല്ലാം ലഘുവാക്കി കൊടുക്കുകയാണ്. ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ വിട്ടുവീഴ്ചയുണ്ടെങ്കിൽ അതൊക്കെ വിട്ടുവീഴ്ച ചെയ്യുകയാണ്, അഫൂ ചെയ്യുകയാണ്. ഏത് വിഷയത്തിലും വിട്ടുവീഴ്ച വേണം മുഅ്മിനീങ്ങളെ. ഒരു കുടുംബത്തിൽ എന്തെങ്കിലും ഒരു വിഷയം വരികയാണ്, ഒരു അതിരിന്റെ വിഷയം വരികയാണ്, അവിടെയൊക്കെ പരമാവധി എന്തെല്ലാം നമ്മളെ കൊണ്ട് വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റുമോ അതൊക്കെ വിട്ടുവീഴ്ച ചെയ്താൽ പടച്ച റബ്ബിന്റെ അടുക്കൽ നിന്ന് വലിയ പ്രതിഫലം നമുക്ക് ലഭിക്കുകയാണ്. എന്നിട്ടോ അല്ലാഹു തആല
അത്തരം നല്ല നല്ല ലഘൂകരിക്കാൻ മനസ്സുള്ള ആളുകൾക്ക് അവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കുകയാണ്. നരകത്തിൽ നിന്ന് അവരെ മോചിപ്പിക്കുകയാണ്. അതുകൊണ്ട് മക്കളെ, തന്റെ സ്വഹാബികളെ വിളിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപദേശിക്കുകയാണ്. ഈ മാസത്തിൽ നിങ്ങൾ ധാരാളമായി അധികരിപ്പിക്കേണ്ട ഒരു സംഗതിയുണ്ട്, ഒരു ദിക്റുണ്ട്. അത് ഏതാണെന്നറിയോ? മിൻ അർബഇ ഖിസാലിൻ, 4 കാര്യങ്ങൾ നിങ്ങൾ നന്നായി വർദ്ധിപ്പിക്കണം. അവിടുന്ന് പറഞ്ഞു 4 കാര്യങ്ങളിൽ ഹസ്സുലതൈനി, 2 കാര്യങ്ങൾ തുർലൂന ബിഹിമാ, ആ 2 കാര്യങ്ങൾ നിങ്ങൾ ചൊല്ലുന്നത് കൊണ്ട് അല്ലാഹുവിന് വലിയ തൃപ്തിയാണ്. വതുർലൂന ബിഹിമാ റബ്ബകും, നിങ്ങളുടെ റബ്ബിന് ആ 2 കാര്യം വലിയ തൃപ്തിയാണ്. വഹസ്സുലതൈനി ലാ ഗിനാ ബികും അൻഹുമാ, 2 കാര്യം നിങ്ങൾക്ക് മാറ്റിവെക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള ഒരു 2 കാര്യമുണ്ട്. അല്ലാഹു തൃപ്തിപ്പെടുന്ന 2 കാര്യവുമുണ്ട്. ടോട്ടൽ 4 കാര്യം നിങ്ങൾ വർദ്ധിപ്പിക്കണേ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്, അല്ലയോ സ്വഹാബത്തെ, ഫഅമ്മൽ ഖസ്ലതാനി ലതാനി തുർദൂന ബിഹിമാ റബ്ബകും, നിങ്ങളുടെ രക്ഷിതാവിന്, നിങ്ങളുടെ റബ്ബിന് തൃപ്തിപ്പെടുന്ന 2 കാര്യങ്ങൾ ഏതാണെന്ന് നിങ്ങൾക്ക് അറിയുമോ സ്വഹാബത്തെ? ആ 2 കാര്യങ്ങൾ ഫശഹാദതു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിൽപ്പെട്ട ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് ധാരാളം വർദ്ധിപ്പിക്കേണ്ട സമയമാണ് വിശുദ്ധമായ റമദാൻ. അപ്പൊ നമ്മൾ തുടങ്ങണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇത് ധാരാളം ചൊല്ലുന്നത് റബ്ബിന് വലിയ തൃപ്തിയാണ്. മാത്രമല്ല, രണ്ടാമത്തെ കാര്യം ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കേണ്ട സമയമാണ് വിശുദ്ധ റമദാൻ. അപ്പൊ ധാരാളം ഇസ്തിഗ്ഫാർ, അസ്തഗ്ഫിറുല്ലാഹൽ അദീം ധാരാളം വർദ്ധിപ്പിക്കുക, അല്ലാഹുവിന് വലിയ തൃപ്തിയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, 2 കാര്യങ്ങൾ റബ്ബിന് തൃപ്തിപ്പെടുന്നതാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നല്ലോ. ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ്, രണ്ടാമത്തത് ഇസ്തിഗ്ഫാറാണ്. എന്നാൽ 2 കാര്യം നിങ്ങൾക്കത് മാറ്റിവെക്കാൻ കഴിയില്ല, ഒഴിച്ചുകൂടാൻ പറ്റില്ല എന്ന് പറഞ്ഞ 2 കാര്യമുണ്ടല്ലോ. നിങ്ങൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത 2 കാര്യം, നിങ്ങൾ റബ്ബിനോട് സ്വർഗം ചോദിക്കലാണ്. സ്വർഗം നമുക്ക് മാറ്റിവെക്കാൻ കഴിയില്ലല്ലോ. അല്ലാഹു നമ്മെ എല്ലാവരെയും സ്വർഗാവകാശികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. രണ്ടാമത്തത് എന്താണെന്ന് അറിയോ? നരകത്തിൽ നിന്ന് അല്ലാഹുവിനോട് കാവൽ ചോദിക്കലാണ്. നരകത്തിലെ തീ ദുനിയാവിന്റെ തീനേക്കാൾ 70 ഇരട്ടി സ്ട്രോങ്ങുള്ള ആ നരകാഗ്നി, അതൊരിക്കലും തന്നെ നമുക്ക് സഹിക്കാൻ കഴിയില്ല. അത് എത്ര ഭയാനകമാണ്. അല്ലാഹു ആ നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാവട്ടെ. എന്നിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലയോ സ്വഹാബത്തെ, ഇപ്പൊ നിങ്ങൾ പഠിച്ചില്ലേ 2 കാര്യം അത് റബ്ബിന് ഇഷ്ടമാണ്. ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ്, 2 ഇസ്തിഗ്ഫാറാണ്. ഈ 2 കാര്യം നിങ്ങൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത 2 കാര്യമുണ്ട്. അതിൽ ഒന്ന് സ്വർഗം ചോദിക്കലാണ്, മറ്റൊന്ന് നരകത്തെ തൊട്ട് കാവൽ ചോദിക്കലാണ്. ഇങ്ങനെ 4 കാര്യമുണ്ടല്ലോ. ഈ 4 കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളോട് ചൊല്ലാൻ പഠിപ്പിച്ച വിശുദ്ധ റമദാൻ 1 മുതൽ 30 വരെയുള്ള ദിവസങ്ങളിൽ നമ്മൾ ചൊല്ലാറില്ലേ? എല്ലാ നിസ്കാര ശേഷവും 3 വട്ടം തറാവീന്റെ ഇടയിലായി നമ്മൾ ചൊല്ലാറുള്ള ദിക്ർ, ആ ദിക്റാണ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. ഈ ദിക്റിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്ന 4 കാര്യങ്ങളും പെട്ടു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞപ്പോൾ തഹ്ലീലിൽ പെട്ടു, ലാ ഇലാഹ ഇല്ലല്ലാഹ് പെട്ടു. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞപ്പോൾ അതിൽ ഇസ്തിഗ്ഫാർ പെട്ടു. അസ്അലുകൽ ജന്ന, റബ്ബേ ഞാൻ നിന്നോട് സ്വർഗ്ഗം ചോദിക്കുന്നു, സ്വർഗ്ഗം ചോദിക്കൽ പെട്ടു. 3-മത്തേത് പെട്ടു. 4-മത്തേത് വഅഊദു ബിക മിനന്നാർ,
നരകത്തിൽ നിന്ന് റബ്ബേ ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു എന്ന് പറഞ്ഞതും അതിൽപ്പെട്ടു. അപ്പൊ ഈ 4 കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ദിക്റാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനൻ നാർ എന്ന ദിക്ർ. അപ്പൊ നമ്മുടെ മനസ്സിൽ വേണം, പടച്ച റബ്ബേ ഈ വരുന്ന വിശുദ്ധ റമദാൻ വന്നാൽ അത് 30ഓടുകൂടെ കഴിഞ്ഞു പോകുമ്പോഴേക്ക് എന്നിൽ ആ ദിക്ർ വേണം. എത്ര വേണം? 30,000 വേണം. 30,000 വേണമെങ്കിൽ 1 മുതൽക്ക് തന്നെ നമ്മൾ അധ്വാനിക്കണം, പണിയെടുക്കണം. അപ്പൊ 1ാമത്തെ ദിവസം തന്നെ 1000 വട്ടം നമ്മൾ ആ ദിക്ർ അങ്ങ് ചൊല്ലണം. അപ്പൊ 1ാമത്തെ ദിവസം 1000 ചൊല്ലിയാൽ 30 ദിവസമാകുമ്പോഴേക്ക് നമുക്ക് 30,000 ദിക്ർ അത് ചൊല്ലാൻ പറ്റുമല്ലോ. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനൻ നാർ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ പ്രസംഗത്തിന്റെ അവസാന ഭാഗത്തുകൂടെ പറയുകയാണ്, വമൻ അശ്ബഅ ഫീഹി സ്വഇമാ, ആ മാസത്തിൽ ആരെങ്കിലും ഒരു നോമ്പുകാരന് വയറ് നിറപ്പിച്ചു കഴിഞ്ഞാൽ സഖാഹുല്ലാഹു മിൻ ഹൗദി ശർബാ, എന്റെ ഹൗദിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മുറുക്ക് അവനെ അല്ലാഹു കുടിപ്പിക്കും. നോക്കൂ നിങ്ങൾ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രത്യേകമായതാണ് ഹൗദുൽ കൗസർ എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൃക്കരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാനുള്ള ഭാഗ്യം നമുക്കൊക്കെ അല്ലാഹു നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, നമ്മുടെ പള്ളിയിൽ നോമ്പ് തുറയുണ്ട്, അതിന്റെ വിഭവങ്ങൾ വേണമെന്ന് പറഞ്ഞപ്പോഴേ എല്ലാവരും അത് വളരെ ആവശ്യത്തോടുകൂടെ ഏറ്റെടുത്തു. അല്ലാഹു എല്ലാവർക്കും ഖൈർ നൽകുമാറാവട്ടെ, ബറക്കത്ത് നൽകുമാറാവട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു നോമ്പുകാരന് അവന്റെ വയറ് നിറപ്പിച്ചു കഴിഞ്ഞാൽ സഖാഹുല്ലാഹു മിൻ ഹൗദി ശർബാ, എന്റെ ഹൗദിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മുറുക്ക് കുടിപ്പിക്കും. അങ്ങനെ ഒരു മുറുക്കങ്ങ് കുടിച്ചാൽ അവന്റെ ആത്മീയമായും അതുപോലെ തന്നെ അവന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന ഒരു വലിയ തൗഫീഖ് അതെന്താണെന്ന് അറിയോ? ലാ യദ്മഉ ഹത്താ യദ്ഖുലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിൽ എത്തുന്നത് വരെ ഒരു ദാഹവും അവന് അനുഭവിക്കൂല. എന്താണ് മഹ്ശർ എന്ന് പറയുന്നത്? മുഅ്മിനീങ്ങളെ, ഇന്ന് 14,94,24,000 കിലോമീറ്റർ അകലെ നിൽക്കുന്ന സൂര്യൻ വെറും ഒരു ചാണ് വന്ന് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതാണ് മഹ്ശർ. ഓരോരുത്തരുടെയും ദോഷം കണക്ക് വിയർപ്പിൽ മുങ്ങുന്നൊരു അവസ്ഥയുണ്ട്. ഞെരിയാണി വരെ വിയർപ്പിൽ മുങ്ങിയവർ, അതിനേക്കാൾ ദോഷമുണ്ടോ? മുട്ടുവരെ വിയർപ്പിൽ മുങ്ങിയവർ, അതിനേക്കാളും ദോഷമുണ്ടോ? അരവരെ വിയർപ്പിൽ മുങ്ങിയവർ, അതിനേക്കാളും ദോഷമുണ്ടോ? കഴുത്ത് വരെ വിയർപ്പിൽ മുങ്ങി നിൽക്കുന്നൊരു സാഹചര്യം. ഇന്ന് തന്നെ നമുക്ക് ഇവിടെയുള്ള ചൂട് നമുക്ക് സഹിക്കാൻ കഴിയില്ല. എല്ലാ പള്ളികളിലും AC വെക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടത്തെ ചൂട് സഹിക്കാൻ കഴിയാത്തത് കൊണ്ടാണല്ലോ നമ്മൾ ആ ഒരു രൂപത്തിലേക്ക് ചിന്തിക്കുന്നത്. നമ്മുടെ റൂമിൽ AC വേണം, നമ്മുടെ പള്ളിയിൽ AC വേണം, നല്ലത് തന്നെ. പക്ഷേ അതിന്റെ അപ്പുറത്ത് നമ്മളൊന്ന് ആലോചിച്ചു നോക്കണം, മഹ്ശർ വരാനുണ്ടല്ലോ. ആ മഹ്ശറാമൻ സഭയിൽ എനിക്ക് ചൂടില്ലാതിരിക്കാൻ ഇവിടെ ഒരു പക്ഷേ AC കൊണ്ട് നമുക്ക് തണുപ്പിക്കാൻ കഴിയുമെങ്കിലും അവിടെ നമുക്ക് ആര് AC വെച്ച് തരും? അവിടെ ആര് നമുക്ക് എയർ കണ്ടീഷൻ ഫിറ്റ് ചെയ്തു തരും? ഒരാളും ഇല്ലല്ലോ. നമ്മുടെ അമലുണ്ടെങ്കിൽ അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല തണുപ്പിക്കുകയാണ്. ലാ യദ്മഉ ഹത്താ യദ്ഖുലൽ ജന്ന, സ്വർഗ്ഗത്തിൽ എത്തുന്നത് വരെ അവനൊരു ദാഹവും അനുഭവപ്പെടില്ല.
ഒരു മുഅ്മിനായ മനുഷ്യന് ഒരാൾ നോമ്പ് തുറപ്പിച്ച് അവന്റെ വയറങ്ങ് നിറപ്പിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കാനുള്ള ഒരു വലിയ തൗഫീഖാണ്. അല്ലാഹു ആ ഒരു രൂപത്തിൽ നമ്മുടെ സ്വതകളും നമ്മുടെ അമലുകളും നമ്മളിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഈ വിശുദ്ധമായ റമദാനിൽ ഒരു മുഅ്മിനെയെങ്കിലും അവരുടെ വയറ് നിറപ്പിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. അപ്പൊ നമ്മൾ നന്നായി പണിയെടുക്കണം. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പലപ്പോഴായി ഉപദേശിക്കുന്നത്, ഓ മുഅ്മിനീങ്ങളെ, സൽക്കർമ്മങ്ങൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നത് 3 രീതിയിലുണ്ട്. ആ 3 രീതികൾ ഏതൊക്കെയാണെന്നറിയോ? എല്ലാ ദിവസങ്ങളിലുമുണ്ട്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ യതഅഖബൂന ഫീകും മലായികത്തും ബില്ലൈലി വമലായികത്തും ബിന്നഹാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നിങ്ങളിൽ രാവും പകലുമായി മാറി മാറി വരുന്ന മലക്കുകളുണ്ട്. വയജ്തമിഊന ഫീ സ്വലാത്തിൽ ഫജ്രി വസ്വലാത്തിൽ അസ്ർ. അവർ സുബ്ഹി നിസ്കാര സമയത്തും അസ്ർ നിസ്കാര സമയത്തും ഒരുമിച്ച് കൂടുന്നു. അപ്പൊ സുബ്ഹിന്റെ മഹത്വമാണ്. അൽഹംദുലില്ലാഹ് നമ്മളൊക്കെ പള്ളിയിൽ വന്ന് ജമാഅത്തായി നിസ്കരിച്ചു. മരണം വരെ നമുക്ക് സുബ്ഹി ജമാഅത്തിന് അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. മരണം വരെ അസർ ജമാഅത്തിന് അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. എല്ലാ ജമാഅത്തിലും 5 വക്ത് നിസ്കാരത്തിൽ കൃത്യമായി ജമാഅത്തിൽ പങ്കെടുക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാവട്ടെ. അസറിന്റെയും ഫജ്റിന്റെയും ജമാഅത്ത് നിസ്കാരത്തിന്റെ മഹത്വവും അതോടൊപ്പം തന്നെ നമ്മുടെ അമലുകൾ ഉയർത്തപ്പെടുന്നതിന്റെ മഹത്വവുമാണ് ഈ ഹദീസിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, എല്ലാ രാവിലും എല്ലാ പകലിലും 2 സമയത്ത് നമ്മുടെ അമലുകൾ ഉയർത്തപ്പെടുകയാണ്. എന്നിട്ട് പറയുന്നു, ആ ഉയർത്തപ്പെടുന്ന 2 സമയങ്ങൾ വയജ്തമിഊന ഫീ സ്വലാത്തിൽ ഫജ്ർ, ഒന്ന് സുബ്ഹി നിസ്കാരത്തിന്റെ സമയത്താണ്, വസ്വലാത്തിൽ അസ്ർ മറ്റൊന്ന് അസ്ർ നിസ്കാരത്തിന്റെ സമയത്താണ്. എന്നിട്ട് അവർ ഒരുമിച്ച് കൂടിയതിനു ശേഷം ശേഷം നിങ്ങളുടെ കൂടെ അവർ സമയം ചെലവഴിച്ചത് മലക്കുകൾ പിന്നീട് അവർ മുകളിലേക്ക് കയറുകയാണ്. എന്നിട്ട് അവരോട് അവരുടെ റബ്ബ് ചോദിക്കുകയാണ്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു പ്രയോഗം പ്രയോഗിക്കുന്നുണ്ട്, വഹുവ അഅലമു ബിഹിം. മലക്കുകളെക്കാളും അവരുടെ അടിമയെ കുറിച്ച് അല്ലാഹുവിന് അറിയാമെങ്കിലും ഒരു ചോദ്യം, മലക്കുകളെ, എന്റെ അടിമകൾ എങ്ങനെയാണ്, എന്റെ അടിമകളുടെ സ്ഥിതി എന്താണ്, ഹാൽ എന്താണ്, അവസ്ഥ എന്താണ്? അള്ളാഹു ചോദിക്കാണ്. അള്ളാഹുവിന് നേരത്തെ അറിയാം എന്റെ അടിമ എങ്ങനെയുണ്ട്, അസർ ജമാഅത്തിലുണ്ടോ, അസർ നിസ്കരിച്ചിട്ടുണ്ടോ, ഒക്കെ അറിയാമെങ്കിലും ഒന്ന് മലക്കുകളോട് ചോദിക്കുകയാണ്, അല്ല മലക്കുകളെ, എന്റെ അടിമകൾ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ, കൈഫ തറക്തും ഇബാദി, അല്ലയോ മലക്കുകളെ, നിങ്ങൾ എന്റെ അടിമകളെയും വിട്ടേച്ചുകൊണ്ട് ഇങ്ങോട്ട് പോകുന്നത് എങ്ങനെയാണ്? ഫയഖൂലൂന, അപ്പോഴാണ് മലക്കുകളുടെ മറുപടി, റബ്ബേ തറക്നാഹും, ഞങ്ങൾ അവരെ വിട്ടേച്ചു പോകുന്നത്, വഹും യുസല്ലൂൻ, ഞങ്ങൾ പോകുമ്പോൾ അവർ നിസ്കരിക്കുന്ന സമയത്താണ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത്, തിരിച്ചു പോരുമ്പോഴും അവർ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. അതാണ് അവർ പറയുന്നത്, ഞങ്ങൾ അവരെ വിട്ടേച്ചു പോകുന്നത് അവരതാ നിസ്കരിക്കുന്ന അവസ്ഥയിലാണ്. ഞങ്ങൾ അവരിലേക്ക് ചെന്നപ്പോൾ അവർ നിസ്കാരത്തിലാണ്. അപ്പൊ സുബ്ഹി ജമാഅത്തിന് നമ്മളിലേക്ക് മലക്കുകൾ ഇറങ്ങി വരുന്ന ഒരു സമയമാണ്. അതേ രാത്രിയിലുള്ള മലക്കുകൾ അവരതാ മുകളിലേക്ക് കയറുന്ന ഒരു അവസ്ഥയിലുള്ള സമയമാണ്. അതേ പകലിലുള്ള മലക്കുകൾ ഇങ്ങോട്ട് ഇറങ്ങുകയും രാത്രിയിലുള്ള മലക്കുകൾ മുകളിലേക്ക് കയറുകയും ചെയ്യുന്ന അവസ്ഥയാണ് സുബ്ഹിയുടെ സമയം. അപ്പൊ നമ്മൾ ഇങ്ങനെ സുബ്ഹി ജമാഅത്തിൽ ഇങ്ങനെ പങ്കെടുക്കുമ്പോൾ ആ മലക്കുകൾ നമ്മുടെ റിപ്പോർട്ടുമായി അല്ലാഹുവിന്റെ മുമ്പിൽ എത്തുകയാണ്. അല്ലാഹുവേ, നിന്റെ
എന്റെ അടിമ ഇന്നാലിന്ന വ്യക്തി ഇന്നാലിന്ന അഡ്രസ്സിലുള്ള ഇന്നാലിന്ന വ്യക്തി ഇന്ന പള്ളിയിൽ ജമാഅത്തായി നിസ്കരിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ട് റബ്ബിന്റെ അടുക്കൽ എത്തുമ്പോ ആ റബ്ബിന് എത്ര സന്തോഷമുണ്ടാകും മുഅ്മിനീങ്ങളെ. ഇന്ന് നമ്മുടെ കയ്യിൽ എന്തെല്ലാം ഉപകരണങ്ങളുണ്ട്, മൊബൈലുണ്ട്, മറ്റുള്ള എല്ലാ സംവിധാനങ്ങളുമുണ്ട്. നമ്മളൊന്ന് അലാരം വെച്ച് സുബ്ഹി ജമാഅത്തിൽ പള്ളിയിലെത്തുമെന്നുള്ള പ്രതിജ്ഞ ഇന്ന് മുതൽ മരണം വരെ ഉണ്ടാകും എന്നുള്ള പ്രതിജ്ഞ നമുക്ക് വേണം. പലപ്പോഴായി ക്ഷീണം കൊണ്ട് ഉറങ്ങിയേക്കാം, രോഗം കൊണ്ട് ചിലപ്പോൾ പള്ളിയിൽ വരാതിരിക്കാനുള്ള അവസ്ഥയുണ്ടാകാം. അതൊക്കെ മാറ്റിവെച്ച് ബാക്കിയുള്ള മുഴുവൻ ദിവസങ്ങളിലും പള്ളിയിലെത്തുമെന്നുള്ളൊരു ചിന്ത നമുക്ക് വേണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതേ രൂപത്തിൽ അസറും അത് വലിയ പ്രാധാന്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ഈ ഹദീസിലുള്ള ഏറ്റവും മർമ്മപ്രധാനമായ ജമാഅത്ത് നിസ്കാരത്തിൽ പള്ളിയിൽ ഉണ്ടായാൽ മലക്കുകൾ അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മുടെ അമലുകളൊക്കെ രേഖപ്പെടുത്തുമ്പോ അത് നിസ്കരിക്കുന്നവരായിട്ട് അല്ലാഹുവിന്റെ മുമ്പിൽ എത്തുമ്പോ എത്ര വലിയ സന്തോഷം ഉണ്ടാവും. അല്ലെങ്കിലോ നമ്മൾ ഉറങ്ങാണ്, പുതപ്പിന്റെ ഉള്ളിലാണ്, അത് പറയുമ്പോ അത് നമുക്ക് വലിയ മോശമല്ലേ മുഅ്മിനീങ്ങളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. രണ്ടാമത്തെ രീതി ഏതാണെന്നറിയോ? ഒന്ന്, എല്ലാ ദിവസങ്ങളും മലക്കുകൾ ഇറങ്ങുന്നു, കയറുന്നു. രണ്ടാമത്തത്, എല്ലാ ആഴ്ചകളിലും നമ്മുടെ സൽക്കർമ്മങ്ങൾ ഉയർത്തുന്നുണ്ട്. ആ സൽക്കർമ്മങ്ങൾ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, തുഅറഉൽ അഅ്മാലു യൗമൽ ഇത്നൈനി വൽ ഖമീസി, അത് തിങ്കളാഴ്ച ദിവസവും വ്യാഴാഴ്ച ദിവസവുമാണ്. ഫഉഹിബ്ബു അൻ യുറദ അമലി വഅന സായിമുൻ, ആ ദിവസത്തിൽ എന്റെ അമലുകൾ ഇങ്ങനെ അല്ലാഹുവിലേക്ക് ഉയർന്നു പോകുമ്പോ ഞാനൊരു നോമ്പുകാരനെ പോലെ ആയി ആ അമൽ അല്ലാഹുവിലേക്ക് എത്തുമ്പോ എത്ര വലിയ സന്തോഷമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് തന്റെ ജീവിതത്തിൽ കാണിച്ചു കൊടുക്കുകയാണ്. മൂന്നാമത്തെ രീതി എല്ലാ വർഷവുമാണ്. എല്ലാ വർഷങ്ങളിലും സൽക്കർമ്മങ്ങൾ ടോട്ടലായി നമ്മളിൽ നിന്ന് രേഖപ്പെടുത്തി വെക്കുന്ന അല്ലെങ്കിൽ അമലുകൾ ഉയർത്തപ്പെടുന്ന സമയം അത് ശഅബാൻ മാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, ഈ ശഅബാൻ എന്ന് പറയുന്നത് ശഹ്റുൻ, ഒരു മാസമാണ്. തുർഫഉൽ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ റബ്ബിലേക്ക് അമലുകൾ ഉയർത്തപ്പെടുന്ന മാസമാണ് ശഅബാൻ എന്ന് പറയുന്നത്. അല്ലാഹുവേ, ഞങ്ങളുടെ ലിസ്റ്റുകളൊക്കെ നിന്റെ അടുക്കൽ എത്തി രേഖപ്പെടുത്തുന്ന സമയം നല്ല നന്മക്ക് ഭാരം തൂങ്ങുന്ന രൂപത്തിൽ അമലുകളൊക്കെ നീ വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ്. അതിന് നമുക്ക് തൗഫീഖ് അല്ലാഹു നൽകുമാറാവട്ടെ. നമ്മൾ ആലോചിച്ചു നോക്കൂ, നമ്മുടെ കൂടെ നമ്മെ രക്ഷപ്പെടുത്താൻ നമ്മുടെ സൽക്കർമ്മങ്ങൾ മാത്രമേ ഉണ്ടാവൂ. നമ്മുടെ കൂടെ കൂട്ടിനുള്ളവർ, കൂട്ടുകാരായി ഒരാളും ഖബറിൽ ഉണ്ടാവൂല. നമ്മുടെ ഭാര്യ ഉണ്ടാകുമോ? ഉണ്ടാവില്ല. നമ്മുടെ ഉറ്റ സുഹൃത്തുണ്ടാകുമോ? ഖബറിൽ നമ്മുടെ ഉറ്റ സുഹൃത്തുണ്ടാവില്ല. നാളെ മഹ്ശറയിൽ നമ്മെ രക്ഷപ്പെടുത്താൻ നമ്മുടെ കൂട്ടുകാരുണ്ടാകുമോ? മഹ്ശറയിലും ഉണ്ടാവില്ല. മീസാൻ എന്ന് പറയുന്ന തുലാസിൽ ആ കൂട്ടുകാരൻ തൂക്കി തരുമോ? ഇല്ല, അതും ഉണ്ടാവൂല. അതുകൊണ്ട് നമ്മെ രക്ഷപ്പെടുത്തുന്നത് നമ്മുടെ സൽക്കർമ്മങ്ങളാണ് എന്നുള്ള ഉത്തമ ബോധം നമുക്ക് വേണം. അതുകൊണ്ടാണ് സൂറത്തുൽ അറാഫിലെ 8-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വൽ വസ്നു യൗമഇദിനിൽ ഹഖ്, തൂക്കം എന്ന് പറയുന്നത് മീസാനാകുന്ന തുലാസിൽ അല്ലാഹു തൂക്കപ്പെടുന്നത് ഹഖാണ്, യാഥാർത്ഥ്യമാണ്. അതിലൊരു കളങ്കമില്ല. ആരെങ്കിലും വിളിച്ചിട്ട് ഒരു ഇറച്ചി തൂക്കുകയാണെങ്കിൽ കുറെ രക്തങ്ങൾ ഒഴിപ്പിച്ചിട്ട് ആ മാംസത്തിന് കുറച്ച് ഭാരം കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു പക്ഷേ എന്തെങ്കിലുമൊക്കെ ഐഡിയകൾ അവർ പ്രയോഗിച്ചേക്കാം. പക്ഷേ ഇവിടെ ഒരു ഐഡിയ പ്രയോഗിക്കലില്ല. എല്ലാം കറക്റ്റാണ്. ആ സമയത്ത് അവന്റെ ഭാരം അങ്ങ് തൂങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായും അവൻ വിജയിച്ചു കഴിഞ്ഞു. എന്നാൽ ആ തുലാസിൽ വെച്ച് അവന്റെ നന്മകൾ തൂക്കുന്ന സമയത്ത് അതിൽ വല്ലതും ചുരുങ്ങിപ്പോയാലോ, അവന്റെ നഫ്സിനെ അവൻ പരാജയപ്പെടുത്തി,
അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അറാഫിലെ 9ാമത്തെ ആയത്തിലേക്ക് കടന്നപ്പോൾ അല്ലാഹു പറയുകയാണ്, നേരത്തെ പറഞ്ഞത് തൂക്കം അധികം വിധിപ്പിച്ചവരെ കുറിച്ചാണ്. എന്നാൽ തൂക്കം കുറഞ്ഞവരോ നമ്മൾ അവർക്ക് ഓരോ ദൃഷ്ടാന്തങ്ങളും ആയത്തുകളും ഒക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടും അതിനെയൊക്കെ അക്രമം കാട്ടിയവരാണ് അവർ. അവർ തൗബ ചെയ്തില്ല, ഇസ്തിഗ്ഫാർ ചെയ്തില്ല, ഖുർആൻ ഓതിയില്ല, ദിക്ർ ചൊല്ലിയില്ല. നല്ല മാസം വന്നിട്ടും അഥവാ റമദാൻ വന്നിട്ട് പോലും വീണ്ടും ചെയ്തില്ല. അങ്ങനെയുള്ളവരാണോ? അവർക്ക് നരകമാണ്. എന്നാൽ അതൊക്കെ തിരുത്തി എന്റെ ജീവിതത്തിന്റെ അപാകതകൾ വന്നിട്ടുണ്ടോ, അതൊക്കെ തിരുത്തി തൗബ ചെയ്ത് നന്മയിലൂടെ അവർ ജീവിച്ചവരാണോ, ഞാൻ അവർക്ക് പൊറുക്കാൻ തയ്യാറാണ് എന്ന് അള്ളാഹ് ഏറ്റെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, വിശുദ്ധ റമദാനിന് ഇനി 13ഓ 14ഓ ദിവസം മാത്രം ബാക്കി നിൽക്കെ നമ്മൾ ഒരു നിയന്ത്രണം നമുക്ക് വേണം. നമ്മുടെ നഫ്സിനെ, നമ്മുടെ കണ്ണിനെ, നമ്മുടെ കാലിനെ, നമ്മുടെ എല്ലാറ്റിനെയും ഒരു നിയന്ത്രണം വെച്ചിട്ട് മനസ്സറിഞ്ഞുകൊണ്ട് ഒരു തൗബ ചെയ്യണം. പടച്ചോനെ, കഴിഞ്ഞു പോയ ഇന്നലകളിൽ എന്തെല്ലാം പാപക്കറകൾ ഈ ശരീരത്തിൽ വന്നു പോയിട്ടുണ്ടോ, നീ എനിക്ക് മാപ്പാക്കണം എന്ന് പറഞ്ഞു 2 റക്അത്ത് നിസ്കരിച്ച് പടച്ച റബ്ബിനോട് നമ്മൾ കൈമലർത്തി ചോദിച്ചാൽ പടച്ചറപ്പ് അതിന് പുറത്തു തരുമെന്നുള്ളത് ഉറപ്പാണ്. നിങ്ങൾ നോക്കൂ, അല്ലാഹുവിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ രൂപത്തിലാണ്. അല്ലാതെ പടച്ചോനെ ശിക്ഷിക്കുകയും തീയിടും ഇതല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. പടച്ചറപ്പ് അത്രയും വലിയ കാരുണ്യമുള്ള ആളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനി എന്താണ് നമുക്ക് ചെയ്തു തരേണ്ടത്? നമ്മുടെ ഉള്ള തെറ്റുകൾ മുഴുവനും ചെയ്തിട്ട് പടച്ചറപ്പ് ചോദിക്കുകയാണ്, ഹൽ മിൻ മുസ്തഗ്ഫിർ, വല്ലവനും പാപം പൊറുക്കലിനെ തേടുന്നുണ്ടോ? ഞാൻ പുറത്തു കൊടുക്കാൻ റെഡിയാണ് എന്ന് അള്ളാഹ് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒന്ന് തയ്യാറായാൽ, ഒന്ന് തൗബ ചെയ്ത് 2 റക്അത്ത് നിസ്കരിച്ച് പടച്ച റബ്ബിലേക്ക് കൈമലർത്തിയിട്ട്, പടച്ചോനെ എന്നെ രക്ഷപ്പെടുത്തണം. എന്റെ മുൻഗാമികൾ സ്വാലിഹീങ്ങൾ എത്രയോ ആളുകൾ നല്ല നല്ല അമലുകളും ചെയ്ത് അവര് ഖബറിലേക്ക് പോയിട്ടുണ്ടല്ലോ, ഞാനും ആ ഖബറിലേക്ക് പോകേണ്ടവരാണ് എന്ന് ചിന്തിച്ച് ഇന്ന് തന്നെ അത്തരം ഒരു പശ്ചാത്താപത്തിന് നമ്മൾ മുതിരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും നല്ല സ്വാലിഹീങ്ങളിലും മുത്തഖീങ്ങളിലും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ ആഖിറത്തിൽ ചെല്ലുമ്പോൾ ആ മുത്തഖീങ്ങൾ വിജയിക്കുമെന്ന ആ ലിസ്റ്റ് ഇങ്ങനെ വായിക്കുമ്പോൾ ആ ലിസ്റ്റിൽ നമ്മുടെ പേരും കൂടെ ഉൾപ്പെടുത്തിയാൽ ആ ഒരു സന്തോഷം വല്ലാത്തൊരു സന്തോഷമാണ്. ഒരു SSLC വിദ്യാർത്ഥി പരീക്ഷ എഴുതി, അവൻ ഓൺലൈനിൽ പോയിട്ട് അവന്റെ നമ്പർ ടൈപ്പ് ചെയ്തിട്ട് ആ നമ്പർ ടൈപ്പ് ചെയ്യുമ്പോൾ പരാജയപ്പെട്ടു എന്നതാണോ, അതല്ലെങ്കിൽ എല്ലാറ്റിലും D+ ആണ് എന്നാണോ അവന്റെ മനസ്സിന് വല്ലാത്ത വിഷമമായിരിക്കും. നേരെ മറിച്ച് ആ കുട്ടിക്ക് എല്ലാറ്റിലും A+ ആണെങ്കിൽ ആ കുട്ടിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ്. എന്നാൽ ദുനിയാവിലെ A+നേക്കാളും ഏറ്റവും വലിയ A+ കിട്ടേണ്ടത് ആഖിറത്തിൽ വിജയികളുടെ ലിസ്റ്റിൽ നമ്മൾ പെടേണ്ടയോ മുഅ്മിനീങ്ങൾ. ആ ലിസ്റ്റിലാണ് നമുക്ക് നല്ല A ഗ്രേഡോടുകൂടെ A+ഓടുകൂടെ നമുക്ക് മാർക്ക് കിട്ടിയത് എങ്കിൽ അവനാണ് ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, വിജയികളുടെ ലിസ്റ്റിൽ പെടുന്നത്. അല്ലാഹു ആ വിജയികളുടെ ലിസ്റ്റിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. ഈ ആക്രമ വീത് ചൊല്ലുമ്പോൾ ആ ഒരു നീയത്ത് നമുക്ക് വേണം. എല്ലാവരും അടുത്തോട്ട് വരണം. പഠിച്ചവനെ ആക്രമ വീത് ചൊല്ലുകയാണ്. ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു ഏറ്റവും മാസ്റ്റർ പീസായ ബുർദയുടെ അവസാന ഭാഗത്തിൽ മഹാനവറുകൾ അത്രയും ലക്ഷ്യം വെച്ചാണ് ഈ ആക്രമ വീത്. അതിൽ മുഴുവനും തവസ്സുലാണ്. റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ തവസ്സുലിൽ നമുക്ക് വേണ്ട ആവശ്യങ്ങൾ, നമ്മുടെ മുറാദുകളൊക്കെ വെച്ചിട്ട് നമ്മൾ ചൊല്ലുമ്പോൾ പടച്ച റബ്ബ് സാധിപ്പിച്ചു തരും. അപ്പൊ നമ്മുടെ മനസ്സിൽ ഇനി ഇൻഷാ അല്ലാഹ് ഒറ്റ ക്ലാസ്സും കൂടെ നമ്മുടെ റമദാനിന്റെ മുമ്പുള്ളൂ. അതുകൊണ്ട് വരുന്ന ക്ലാസ് നമ്മുടെ സമാപനമാണ്. എല്ലാവരും എത്തണം ഇൻഷാ അല്ലാഹ്. റമദാൻ വരികയാണ്. റബ്ബേ, ഈ ആക്രമ വ്യക്തി മുഖേന എന്റെ മനസ്സ് ശുദ്ധിയാകണം, എന്റെ കണ്ണും കാതും എല്ലാം ശുദ്ധിയാകണം. റമദാനിൽ നന്നായി ഖുർആൻ ഓതണം. ഏറ്റവും ചുരുങ്ങിയത് 3 ഖത്മെങ്കിലും തീർക്കണം എന്ന മുറാദും വെച്ചിട്ട് നമ്മൾ ഇത് ചൊല്ലുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ധാരാളം അമലുകൾ ചെയ്യാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. യാ അക്രമൽ ഖൽഖി മാലി മൻ ആലൂനു ബിഹി സിവാക ഇൻദാ ഹുലൂലിൽ ഹദീസിൽ അമീനി മൗലായ സല്ലം ദായിമൻ
خير الخلق كلهم ولن يضيق رسول الله جاهك بإذا الكريم تجلى باسم منتقم مولاي على حبيبك فإن من جودك الدنيا وضرتها ومن علومك علم اللوح والقلم مولاي أبدا حبيبك خير الخلق كلهم يا نفس لا تقنطي من زلة عظمى إن الكبائر في غفران كالأمام مولاي دائما أبدا على حبيبك خير الخلق كلهم لعل رحمة بحين يقسمها تأتي على حسب عصيان في القسم مولاي وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي واجعل رجائي غير منعكس لديك واجعل حسابي غير منخرم مولاي وسلم دائما أبدا على حبيبك خير الخلق كلهم والطف بربك في دارين إن له صبرا متى تدعوه الأهوال ينهزمي صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم وأذن لصحبي صلاة منك دائمة على النبي بمنهل ومنسجم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم والآل والصحب ثم تابعين له أهل التقى والنقى والحلم والكرم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم عنا وقت البامي ريح صعبة وأطراب العيسى للعيسي بالنغم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ثم
مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم سعد سعيد زبير طلحة وأبي عبيدة وابن عوف عشير الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي وسلم دائما أبدا